പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ്, അതിന്റെ തീയതികൾ, എങ്ങനെയാണ് അഡ്മിഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിസ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വരുന്ന നിങ്ങളുടെ 4 വർഷ ഡിഗ്രി കാലയളവിലെ എല്ലാ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. 4 വർഷ ഡിഗ്രിയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഈ മാസം 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. ടൈം പറഞ്ഞിട്ടില്ല എന്നുള്ള കൂടിയും അറിയിക്കണം. അങ്ങനെ 29-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ, ഫസ്റ്റ് അലോട്ട്മെന്റ് ഭാഗമായിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റിലും ഫസ്റ്റ് അലോട്ട്മെന്റിലും ഒക്കെ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ട സമയം ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് 2 രീതിയിൽ എടുക്കാൻ സാധിക്കും. ഒന്ന്, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട്, നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതിന് മുകളിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എവിടെയാണോ കിട്ടിയത് അവിടെ തന്നെ ആയിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ. തേർഡ് അലോട്ട്മെന്റിലും 4th-ലും 5th-ലൊന്നും നിങ്ങൾ ഉൾപ്പെടുത്തില്ല. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന ആളുകളെ പിന്നീടുള്ള അലോട്ട്മെന്റിൽ നിലനിർത്തുന്നതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ട് ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കൽ നിർബന്ധവുമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, ജൂൺ 29-ന് അലോട്ട്മെന്റ് ലഭിച്ച്, സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച്, നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്തു. അത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് പുതിയൊരു കോളേജ് കിട്ടിയാൽ അവിടെ പോയി ചേരൽ നിർബന്ധമാണ്. അതോടുകൂടി സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം കൂടി ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുക. അത് ക്യാൻസൽ ചെയ്യാനുള്ള സമയം ജൂൺ 29 മുതൽ ജൂലൈ 4 വരെ അതിനുള്ള സമയം ലഭ്യമാണ്. ഈ സമയത്ത് ജൂലൈ 3-നും ജൂലൈ 4-നും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യമുണ്ട്. നിങ്ങൾ കൊടുത്തുള്ള എല്ലാ തെറ്റുകൾ തിരുത്താം, പുതിയ കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാം, നിലവിലുള്ള കോളേജുകൾ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, അതേപോലെ ഓർഡർ ചേഞ്ച് ചെയ്യാനൊക്കെ അവസരമുണ്ട്. അതിനുള്ള സമയം ജൂലൈ 3 മുതൽ ജൂലൈ 4 വരെയുള്ള സമയത്താണ്. അതിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ 1-ാം തീയതി ക്ലാസ് ആരംഭിക്കും. അത് കഴിഞ്ഞാലും അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. 1-ാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട, ക്ലാസ് ആരംഭിക്കണുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എഡിറ്റിങ്ങിനും ഉള്ള സൗകര്യമുണ്ട്. ഒരു വട്ടം മാത്രമേ എഡിറ്റിംഗ് പോസിബിൾ, 1 ടൈം എഡിറ്റ് ആണ്. ഒരു തവണ എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെക്യൂരിറ്റി കീ കൊടുത്ത് എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ഒരു വട്ടം സെക്യൂരിറ്റി കീ കൊടുത്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ എഡിറ്റിംഗ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്യാനുള്ളത് തീരുമാനിച്ചിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന 29-ാം തീയതി ഉച്ചക്ക് 12 മണിക്ക് പബ്ലിഷ് ചെയ്യും. എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എയ്ഡഡ് കോളേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. 2 മണിക്ക് പബ്ലിഷ് ചെയ്യാം. സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് അതാത് കോളേജിലാണ് ഉണ്ടായിരിക്കുക. ആ കോളേജിൽ അത് പബ്ലിഷ് ചെയ്യും. സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് അത് ജൂലൈ 1-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക. പിന്നെ അതിലെ അഡ്മിഷൻ, സ്പോർട്സ് കോട്ട, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ജൂലൈ 1-ാം തീയതി മുതൽ ആരംഭിക്കും. അത് ക്ലോസിംഗ് ഡേറ്റ് വരെ ഈ അഡ്മിഷൻ ഉണ്ടായിരിക്കും. മാനേജ്മെന്റ് കോട്ട അഡ്മിഷനും ജൂലൈ 1-ാം തീയതി മുതൽ ആരംഭിക്കും. അഡ്മിഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരെ ഈ അഡ്മിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ള. ബാക്കി ഓരോ സമയങ്ങളിലും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.